നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഡിസ്കഷനാണ്. മൊഡ്യൂൾ 1 ദ അബ്കാരി ആക്ട് 1 ഓഫ് 1077 നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. നമുക്ക് മൊഡ്യൂൾ 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ NDPS ആക്ട് ആണ് മൊഡ്യൂൾ 2 വരുന്നത്. 2 മാർക്കിനാണ് NDPS ആക്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് നോക്കാം. നീഡ് ഫോർ ഇനാക്ട്മെൻറ്റ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ, definition, drugs present scenario in India, use and abuse of drugs, 3 types of drugs, natural, semi-synthetic with common examples, classification and types of narcotic drugs and psychotropic substances, section 20, 21, 22, 50, quantity specification of ganja and common drugs means that are usually seized in Kerala and read through daily, publishment, rehabilitation, de-addiction provisions in the act. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് NDPS ആക്ടിലെ, അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൊഡ്യൂൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 മാർക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ് ഈ NDPS ആക്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം NDPS ആക്ടിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാനും കൃഷി ചെയ്യാനും കൈവശം വയ്ക്കുവാനും വിൽക്കാനും വാങ്ങാനും ഉപയോഗത്തിനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS ആക്ട് 1985. 1985 ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ദെൻ നീഡ് ഫോർ ഇനാക്ട്മെൻ്റ് ആണ്. നിയമത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമം നടപ്പിലാക്കിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകൾ നിറവേറ്റുക. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധമായ അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകൾ നിറവേറ്റുക. മയക്കുമരുന്ന് സംബന്ധമായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്യുക. മയക്കുമരുന്ന് സംബന്ധമായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്യുക. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരിക. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കർശനമായ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരിക. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയുടെ അനധികൃത കടത്തുമായി ബന്ധപ്പെട്ട സ്വത്തുകൾ കണ്ടുകെട്ടുക എന്നിവയാണ് ഈ നിയമത്തിൻ്റെ ആവശ്യകതകൾ. ഇന്ത്യയിൽ NDPS നിയമം നടപ്പിലാക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1985 വരെ ഇന്ത്യക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ല. 1985 വരെ ഇന്ത്യക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച് നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ല. BC 2000 മുതൽ ഇന്ത്യയിൽ കഞ്ചാവ്, പുകവലി ഉണ്ടായിരുന്നതായി അഥർവവേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കഞ്ചാവും അതിൻ്റെ വകഭേദങ്ങളുമായ മരിഞ്ജുവാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ 1985 വരെ ഇന്ത്യയിൽ നിയമപരമായി വിറ്റിരുന്നു. കഞ്ചാവും അതിൻ്റെ വകഭേദങ്ങളായ മരിഞ്ജുവാന, ഹാഷിഷ്, ചരസ്, ഭാങ് തുടങ്ങിയവ 1985 വരെ ഇന്ത്യയിൽ നിയമപരമായി വിറ്റിരുന്നു. ഗഞ്ചയെയും ചരസിനെയും സവർണ ഇന്ത്യക്കാർ ദരിദ്രൻ്റെ ലഹരിയായി കണക്കാക്കിയിരുന്നു. ഗഞ്ചയെയും ചരസിനെയും സവർണ ഇന്ത്യക്കാർ ദരിദ്രൻ്റെ ലഹരിയായി കണക്കാക്കിയിരുന്നു. സമ്പന്നർ ഹോളി സമയത്ത് ഭാങ് ആണ് കഴിച്ചിരുന്നത്. 1961 മയക്കുമരുന്നുകൾക്കായുള്ള സിംഗിൾ കൺവെൻഷൻ 1961 മയക്കുമരുന്നുകൾക്കായുള്ള സിംഗിൾ കൺവെൻഷൻ നാർക്കോട്ടിക് ഡ്രഗ്സ് 1961 അംഗീകരിച്ചതിനെ തുടർന്ന് എല്ലാ മരുന്നുകൾക്കെതിരെയുമുള്ള ലോകമെമ്പാടുമുള്ള നിയമത്തിനായി അമേരിക്ക പ്രചാരണം ആരംഭിച്ചു. 1961 മയക്കുമരുന്നുകൾക്കായുള്ള സിംഗിൾ കൺവെൻഷൻ നാർക്കോട്ടിക് ഡ്രഗ്സ് 1961 അംഗീകരിച്ചതിനെ തുടർന്ന് എല്ലാ മരുന്നുകൾക്കെതിരെയുമുള്ള ലോകമെമ്പാടുമുള്ള നിയമത്തിനായി അമേരിക്ക പ്രചാരണം ആരംഭിച്ചു. ഇന്ത്യ ഈ നടപടിയെ അതിശക്തമായി എതിർത്തു. അതിനാൽ ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് മാത്രം കഞ്ചാവ് ലഭ്യമാക്കുന്നതിന് ഇന്ത്യക്ക് 25 വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് കൺവെൻഷൻ അനുകൂല തീരുമാനത്തിലെത്തി. ഇന്ത്യ ഈ നടപടിയെ അതിശക്തമായി എതിർത്തു. അതിനാൽ ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് മാത്രം കഞ്ചാവ് ലഭ്യമാക്കുന്നതിന് ഇന്ത്യക്ക് 25 വർഷത്തെ ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് കൺവെൻഷൻ അനുകൂല തീരുമാനത്തിലെത്തി. എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ സെൻസിറ്റീവ് അജണ്ട ആയതിനാൽ ഇന്ത്യ അന്താരാഷ്ട്ര പ്രതിനിധികൾക്ക് ബാധ്യതയായി. ഇത് ഇന്ത്യൻ സർക്കാരിനെ പൂർണ്ണമായി കഞ്ചാവിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാൻ നിർബന്ധിതരാക്കി.
അങ്ങനെ 1985 നവംബർ 14 രാജീവ് ഗാന്ധി സർക്കാർ ഇന്ത്യയിലെ എല്ലാ മയക്കുമരുന്നുകളെയും നിരോധിച്ചുകൊണ്ട് NDPS നിയമം നടപ്പിലാക്കി. അപ്പോൾ ഇതാണ് NDPS ആക്ടിൻ്റെ ഒരു ചരിത്രം. എന്തുകൊണ്ടാണ് നമുക്ക് NDPS ആക്ട് പാസ്സാക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ നോക്കാം. ഈ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവനാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ മുഴുവൻ ഈ നിയമം ബാധകമാണ്. കൂടാതെ ഈ നിയമം ഇന്ത്യയിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. കൂടാതെ ഈ നിയമം ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷനുകൾ നോക്കാം. സെക്ഷൻ 2I അഡിക്റ്റ് എന്താണ്? അടിമ എന്നാൽ ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെയാണ് അടിമ അഥവാ അഡിക്റ്റ് എന്ന് സെക്ഷൻ 2(1) പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 2(2) പ്രകാരം ബോർഡ് എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 1963 54 പ്രകാരം രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 2(3) കനാബിസ് അഥവാ ഹെംപ്, കഞ്ചാവ്, ചണ എന്നാൽ ഹെംപ് എന്ന് പറഞ്ഞാൽ ചണയാണ്, കനാബിസ് കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് വിത്തുകളും ഇലകളും ഒഴികെയുള്ളവ. കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് വിത്തുകളും ഇലകളും ഒഴികെയുള്ളവ നിന്നും ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പശയാണ് കഞ്ചാവ് എന്നത്. കഞ്ചാവ് ചെടിയുടെ പുഷ്പിക്കുന്നതോ കായ്ക്കുന്നതോ ആയ അഗ്രഭാഗത്ത് വിത്തുകളും ഇലകളും ഒഴികെയുള്ളവ നിന്നും ലഭിക്കുന്ന അസംസ്കൃതമോ ശുദ്ധീകരിച്ചതോ ആയ കറയിൽ നിന്നും വേർതിരിച്ചെടുത്ത പശയാണ് കഞ്ചാവ്. ചരസ്, ഹാഷിഷ് ഓയിൽ ഓർ ലിക്വിഡ് ഹാഷിഷ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ചരസ്, ഹാഷിഷ് ഓയിൽ ഓർ ലിക്വിഡ് ഹാഷിഷ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. സെക്ഷൻ 2(4) കനാബിസ് പ്ലാന്റ്, കഞ്ചാവ് ചെടി എന്നാൽ കഞ്ചാവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ചെടിയാവാം കനാബിസ് പ്ലാന്റ് എന്നാൽ. സെക്ഷൻ 2(5) കൊക്ക ഡെറിവേറ്റീവ് എന്നാൽ കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്താണ് കൊക്കൈൻ ഡെറിവേറ്റീവ്. കൊക്കൈൻ നിർമ്മാണത്തിന് നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാവുന്ന കൊക്ക ഇലയുടെ സത്താണ് കൊക്കൈൻ ഡെറിവേറ്റീവ്. ഇഗ്ഗോണൈൻ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവുകളും എന്താണ്? കൊക്ക ഡെറിവേറ്റീവ് ആണ്. ഇഗ്ഗോണൈൻ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവുകളും കൊക്ക ഡെറിവേറ്റീവ് ആണ്. കൊക്കൈൻ എന്നാൽ ബെൻസോയിൻ എക്സ്ഗോണൈൻ്റെ മീഥൈൻ എക്സ്റ്ററും അതിൻ്റെ ലവണങ്ങളുമാണ്. കൊക്കൈൻ എന്നാൽ ബെൻസോയിൽ എക്സ്ഗോണിൻ്റെ മീഥൈൻ എക്സ്റ്ററും അതിൻ്റെ ലവണങ്ങളുമാണ് കൊക്കൈൻ എന്നാൽ. 0.1% ശതമാനത്തിൽ കൂടുതൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷനും കൊക്കൈൻ ഡെറിവേറ്റീവ് ആണ്. 0.1% കൂടുതൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രിപ്പറേഷനുകളും കൊക്കൈൻ ഡെറിവേറ്റീവ്സ് ആണ് സെക്ഷൻ 2(5) പ്രകാരം. സെക്ഷൻ 2(6) കൊക്ക ലീഫ് ആണ്. കൊക്ക ഇല എന്നാൽ എല്ലാ എഗ്ഗോണിനും കൊക്കൈനും മറ്റേതെങ്കിലും ആൽക്കലോയിഡുകളും അടങ്ങിയ കൊക്ക ചെടിയുടെ ഒരു ഇലയാണ് കൊക്ക ഇല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ എഗ്ഗോണിനും കൊക്കൈനും മറ്റേതെങ്കിലും ആൽക്കലോയിഡും അടങ്ങിയ കൊക്ക ചെടിയുടെ ഒരു ഇല. 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതമാണ് കൊക്ക ഇല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0.1% കൂടാത്ത കൊക്കൈൻ അടങ്ങിയിരിക്കുന്ന ഒരു മിശ്രിതം. സെക്ഷൻ 2(7) കൊക്ക പ്ലാന്റ്, കൊക്ക ചെടി എന്നാൽ ഫൈത്രോക്സിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യമാണ്. ഫൈത്രോക്സിലോൺ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഇനം സസ്യത്തിൽപ്പെടുന്ന ചെടികളൊക്കെ കൊക്ക ചെടി എന്നാണ് പറയുന്നത്. സെക്ഷൻ 2(7)(A) കൊമേഴ്ഷ്യൽ ക്വാളിറ്റിയാണ്. കൊമേഴ്ഷ്യൽ ക്വാളിറ്റി അഥവാ വാണിജ്യ അളവാണ്. വാണിജ്യ അളവ് എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏത് അളവും വാണിജ്യ അളവാണ്. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏത് അളവും. സെക്ഷൻ
7B കൺട്രോൾഡ് ഡെലിവറി, നിയന്ത്രിത ഡെലിവറി എന്നാൽ NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികതയാണ് നിയന്ത്രിത ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. NDPS നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടും മേൽനോട്ടത്തോടും കൂടി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിനു വേണ്ടി മയക്കുമരുന്ന് അഥവാ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവയ്ക്ക് പകരമുള്ള വസ്തുക്കളുടെ അനധികൃതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ചരക്കുകൾ ഇന്ത്യൻ അതിർത്തിയിലൂടെ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികതയാണ് നിയന്ത്രിത ഡെലിവറി എന്ന് പറയുന്നത് സെക്ഷൻ 2 7B പ്രകാരം. ദെൻ സെക്ഷൻ 2 7D കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആണ്. നിയന്ത്രിത പദാർത്ഥം എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഒരു നിയന്ത്രിത വസ്തുവായി പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തു നിയന്ത്രിത പദാർത്ഥമാണ്. ദെൻ സെക്ഷൻ 2 8A ഇസെൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ് ആണ്. അവശ്യ മയക്കുമരുന്ന് എന്നാൽ വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിനും ശാസ്ത്രീയപരമായ ഉപയോഗത്തിനുമായി കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗ് ആണ്. വൈദ്യശാസ്ത്രപരമായ ഉപയോഗത്തിനും ശാസ്ത്രീയമായ ഉപയോഗത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗ് ആണ് അവശ്യമരുന്ന് എന്നാൽ. ദെൻ സെക്ഷൻ 2 8B ഇല്ലിസിറ്റ് ട്രാഫിക് എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനധികൃത ട്രാഫിക്കിൽ ഉൾപ്പെടുന്നവ ഏതെങ്കിലും കൊക്ക ചെടി വളർത്തുകയോ കൊക്ക ചെടിയുടെ ഏതെങ്കിലും ഭാഗം ശേഖരിക്കുകയോ ചെയ്യുന്നത് ഇല്ലിസിറ്റ് ട്രാഫിക്കിൽ പെടുന്നതാണ്. കറുപ്പ് ഒപ്പിയം പോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുക എന്നത് ഇല്ലിസിറ്റ് ട്രാഫിക് ആണ്. ദെൻ മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, ഗതാഗതം, വെയർ ഹൗസിംഗ്, മറയ്ക്കൽ, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം, അന്തർ സംസ്ഥാന ഇറക്കുമതി, അന്തർ സംസ്ഥാന കയറ്റുമതി, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, കൈമാറ്റം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് ഇല്ലിസിറ്റ് ട്രാഫിക്. ദെൻ 1 മുതൽ 3 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ളവയല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ ഇടപെടൽ, അതൊക്കെ ഇല്ലിസിറ്റ് ട്രാഫിക് ആണ്. 1 മുതൽ 3 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ളവയല്ലാത്ത മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലെ ഇടപെടൽ. ദെൻ 1 മുതൽ 4 വരെ ഉപവകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക, അവ കൈകാര്യം ചെയ്യുക എന്നത് ഇല്ലിസിറ്റ് ട്രാഫിക്കിൽ പെടുന്നു. ദെൻ സെക്ഷൻ 2 10 മാനുഫാക്ചർ ആണ്. സെക്ഷൻ 2 10 എന്ന് പറയുന്നത് മാനുഫാക്ചർ ആണ്. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം എന്നതിൽ ഉൾപ്പെടുന്നവ. മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണം എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ളവ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്തരം മരുന്നുകളോ വസ്തുക്കളോ ലഭിക്കാനിടയുള്ള ഉൽപ്പാദനമല്ലാത്ത എല്ലാ പ്രക്രിയയും. അത്തരം മരുന്നുകളോ വസ്തുക്കളോ ലഭിക്കാനിടയുള്ള ഉൽപ്പാദനമല്ലാത്ത എല്ലാ പ്രക്രിയയും അതിൽപ്പെടും. അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയും ശുദ്ധീകരണം പെടും. അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളുടെയോ പരിവർത്തനം പെടും. അത്തരം മരുന്നുകളുടെയോ വസ്തുക്കളോ അടങ്ങിയ ഔഷധക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ലാത്ത പദാർത്ഥം ഒരു ഫാർമസിയിൽ തയ്യാറാക്കുക. അത്തരം മരുന്നുകളോ വസ്തുക്കളോ അടങ്ങിയ ഔഷധക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ലാത്ത പദാർത്ഥം ഒരു ഫാർമസിയിൽ തയ്യാറാക്കുന്നതും സെക്ഷൻ 2 പ്രകാരം സെക്ഷൻ 2 10 പ്രകാരം മാനുഫാക്ചർ എന്ന വിഭാഗത്തിൽപ്പെടും, നിർമ്മാണം എന്നതിൽ ഉൾപ്പെടും. ദെൻ സെക്ഷൻ 2 11 മാനുഫാക്ചേർഡ് ഡ്രഗ് അഥവാ നിർമ്മിത മരുന്ന് എന്നാൽ എല്ലാ കൊക്ക ഡെറിവേറ്റീവുകൾ, ഔഷധ കഞ്ചാവ്, കറുപ്പിൻ്റെ ഡെറിവേറ്റീവുകൾ, പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റുകൾ, എല്ലാ കൊക്ക ഡെറിവേറ്റീവുകൾ, ഔഷധ കഞ്ചാവ്, കറുപ്പിൻ്റെ ഡെറിവേറ്റീവുകൾ, പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റുകൾ എന്നൊക്കെ നിർമ്മിത മരുന്ന് എന്നാൽ ഉൾപ്പെടുന്നവയാണ്. ദെൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ നിർമ്മിത മരുന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് വസ്തുക്കളൊക്കെ നിർമ്മിത മരുന്ന് എന്നതിൽ ഉൾപ്പെടുന്നവയാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ നിർമ്മിത മരുന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് വസ്തുക്കളൊക്കെ നിർമ്മിത മരുന്നിൽ പെടുന്നവയാണ്. ദെൻ സെക്ഷൻ 2 12 മെഡിസിനൽ കനാബിസ്, ഔഷധ കഞ്ചാവ് എന്നാൽ കഞ്ചാവിൻ്റെ ഏതെങ്കിലും സത്ത് അല്ലെങ്കിൽ കഷായ കൂട്ടിനെയാണ് മെഡിസിനൽ കനാബിസ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. ദെൻ സെക്ഷൻ 2
14 നർക്കോട്ടിക് ഡ്രഗ് എന്നാൽ മയക്കുമരുന്ന് എന്നാൽ കൊക്ക ഇല, കഞ്ചാവ്, ഹെമ്പ്, കറുപ്പ്, പോപ്പി സ്ട്രോ കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ മരുന്നുകളും ഉൾപ്പെടുന്നു. കൊക്ക ഇല, കഞ്ചാവ് അഥവാ ഹെമ്പ്, കറുപ്പ്, പോപ്പി സ്ട്രോ കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ സെക്ഷൻ 2 15 ഒപ്പിയമാണ്. കറുപ്പ് എന്നാൽ ഒപ്പിയം പോപ്പിയുടെ കറുപ്പ് കട്ടിയായ ജ്യൂസ്. ഒപ്പിയം പോപ്പി എന്ന് പറഞ്ഞാലാണ് കറുപ്പ് എന്നത്. ഒപ്പിയം പോപ്പിയുടെ കട്ടിയായ ജ്യൂസിനെയാണ് ഈ കറുപ്പ് എന്ന് പൊതുവെ പറയുന്നത്, ഒപ്പിയം എന്ന് പറയുന്നത്. ഇതിൽ 0.2% കൂടാത്ത മോർഫിൻ്റെ ഒരു പ്രിപ്പറേഷനും ഉൾപ്പെടുന്നില്ല. ഇതിൽ 0.2% കൂടാത്ത മോർഫിൻ്റെ ഒരു പ്രിപ്പറേഷനും ഉൾപ്പെടുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സെക്ഷൻ 2 16 ഒപ്പിയം ഡെറിവേറ്റീവ് എന്നാൽ കറുപ്പ് ഡെറിവേറ്റീവ് എന്നാൽ ഔഷധ കറുപ്പ്. ഇന്ത്യയിൽ ഔഷധ ഉപയോഗത്തിന് അനുയോജ്യമായ തരത്തിൽ തയ്യാറാക്കപ്പെട്ട കറുപ്പാണ് ഔഷധ കറുപ്പ്. ദെൻ കറുപ്പ് ഡെറിവേറ്റീവിൽ പെടുന്നതാണ് അതും. ദെൻ തയ്യാറാക്കപ്പെട്ട കറുപ്പ് പുകവലിക്ക് അനുയോജ്യമായ ഒരു സത്തിൽ പരിവർത്തനം നടത്തുക വഴി കിട്ടുന്ന കറുപ്പിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നം കറുപ്പ് ഡെറിവേറ്റീവാണ്. തയ്യാറാക്കപ്പെട്ട കറുപ്പ് പുകവലിക്ക് അനുയോജ്യമായ ഒരു സത്തിൽ പരിവർത്തനം നടത്തുക വഴി കിട്ടുന്ന കറുപ്പിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നം. ഒപ്പിയം ഡെറിവേറ്റീവിലെ അടുത്തത് ഫിനാൻത്രീൻ ആൽക്കലോയിഡുകളാണ്. മോർഫിൻ, കോഡീൻ, ടേബൈൻ അവയുടെ ലവണങ്ങൾ. ഇവയുടെ ലവണങ്ങളും ഫിനാൻത്രീൻ ആൽക്കലോയിഡുകളിൽ പെടുന്നു. മോർഫിൻ, കോഡീൻ, തൈബീൻ ഇവയുടെ ലവണങ്ങൾ. ദെൻ കറുപ്പ് ഡെറിവേറ്റീവിൽ പെടുന്ന അടുത്തതാണ് ഡൈ അസറ്റൈൽ മോർഫിൻ. ആൽക്കലോയിഡ് ഡൈമോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ അവയുടെ ലവണങ്ങൾ. ആൽക്കലോയിഡ് ഡൈമോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ അവയുടെ ലവണങ്ങൾ എന്നിവ ഡൈ അസറ്റൈൽ മോർഫിൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ദെൻ കറുപ്പ് ഡെറിവേറ്റീവിൽ വരുന്ന അടുത്ത ആളാണ് 0.2% കൂടുതൽ മോർഫിനോ ഡയസറ്റൈൽ മോർഫിനോ അടങ്ങിയ പ്രിപ്പറേഷനുകളും എന്തിൽ പെടുന്നു? കറുപ്പ് ഡെറിവേറ്റീവിൽ പെടുന്നു. 0.2% കൂടുതൽ മോർഫിനോ ഡയസറ്റൈൽ മോർഫിനോ അടങ്ങിയ എല്ലാ പ്രിപ്പറേഷനുകളും അതിൽ പെടുന്നു. ദെൻ സെക്ഷൻ 2 17 ഒപ്പിയം പോപ്പി എന്നാൽ പപ്പാവർ സോംനിഫെറം എൽ എന്ന ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഒപ്പിയം പോപ്പി എന്നാൽ. കറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൽഫ്രീൻ ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കാൻ കറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൽഹ്രീൻ ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പപ്പാവിൻ്റെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതും ഈ നിയമത്തിൻ്റെ ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ഒപ്പിയം പോപ്പി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ചെടികളെ നമ്മൾ ഒപ്പിയം പോപ്പി എന്ന് പറയും. അപ്പോൾ കറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൽഹ്രീൻ ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പപ്പാവറിൻ്റെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതും ഈ നിയമത്തിൻ്റെ ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി ഒപ്പിയം പോപ്പി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ചെടികളെ ഒപ്പിയം പോപ്പി എന്ന് പറയും. ദെൻ സെക്ഷൻ 2 18 പോപ്പി സ്ട്രോ എന്നാൽ ഒപ്പിയം പോപ്പിയുടെ എല്ലാ ഭാഗങ്ങളും, വിത്തുകൾ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും വിളവെടുപ്പിനു ശേഷം അവയുടെ യഥാർത്ഥ രൂപത്തിലോ മുറിച്ചോ പൊടിച്ചോ അതിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്തോ അല്ലാത്തതോ ആയവ ഒക്കെ എന്താണ്? പോപ്പി സ്ട്രോ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. വിത്തൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും വിളവെടുപ്പിന് ശേഷം അവയുടെ യഥാർത്ഥ രൂപത്തിലോ മുറിച്ചോ പൊടിച്ചോ അതിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്തതോ അല്ലാത്തതോ ആയവയൊക്കെ പോപ്പി സ്ട്രോ എന്നാൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 2 23 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന ഭാഗമാണ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന സെക്ഷനിൽ സൈക്കോട്രോപിക് പദാർത്ഥം എന്നാൽ ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ ഏതെങ്കിലും പദാർത്ഥം, ഏതെങ്കിലും പ്രകൃതിദത്ത വസ്തുക്കൾ, അവയുടെ ലവണങ്ങൾ. സൈക്കോട്രോപിക് പദാർത്ഥം എന്നാൽ ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ ഏതെങ്കിലും പദാർത്ഥം അഥവാ ഏതെങ്കിലും പ്രകൃതിദത്ത വസ്തുക്കൾ, അവയുടെ ലവണങ്ങൾ എന്നിവ സൈക്കോട്രോപിക് പദാർത്ഥം എന്നാൽ അതിൽ ഉൾപ്പെടുന്നവയാണ്. ദെൻ സൈക്കോട്രോപിക് മരുന്നുകൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാൻ ഇടയാക്കുന്നവയും അതുവഴി അവനിൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവയുമാണ്.
മരുന്നുകളാണ്. സൈക്കോട്രോപിക് മരുന്നുകൾ എന്നാൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാൻ ഇടയാക്കുന്നവയും അതുവഴി അവനിൽ പെരുമാറ്റ വൈകല്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവയുമാണ്. ഉദാഹരണം ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയവ. ദെൻ സെക്ഷൻ 2-ൽ 23 ആണ്. സെക്ഷൻ 2-ൽ 23 സ്മാൾ ക്വാണ്ടിറ്റി എന്നാൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ അളവ് എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ അളവ് ആണ്. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ അളവ് എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ അളവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഉൾപ്പെടുത്താം. നമ്മളെ NDPS ആക്ടിലെ സെക്ഷനുകളും ജൂറിസ്ഡിക്ഷനും ഡെഫിനേഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ NDPS ആക്ടിൽ കിട്ടുക. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അടുത്ത സെക്ഷനുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.